الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. صدق الله العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിനെ പരിപൂർണമായി തഖ്വ ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നാം പരിശുദ്ധമായ ജുമുഅക്ക് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയതിനെ നമ്മിൽ നിന്നും ഖബൂലാക്കുമാറാകട്ടെ. നന്മ പറയുവാനും കേൾക്കുവാനും അതിലുപരിയായി ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകൾ അള്ളാഹു അവരുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളെയും പരിപൂർണമായി നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അള്ളാഹു അവർക്ക് ആജിലായ മുസ്തമിറായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കിഡ്നി മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സഹോദരി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു എല്ലാം വളരെ റാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മളെയും നാമുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു വലിയ വലിയ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നുമൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ഉച്ചരിച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട സമയത്ത് മരണപ്പെടാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. ഇന്നല്ലാഹ തആല യുബാഹി മലായികതഹു ഈശത അറഫ ബിഅഹ്ലി അറഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫ ദിവസം അറഫയിലുള്ള ആളുകൾ കാരണമായി അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മലക്കുകളോട് അഭിമാനം പറയുന്നതാണ്. യഖൂലു ഉൻദുറു ഇലാ ഇബാദി. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അവരെ സംബന്ധിച്ച് പറയും, എൻ്റെ അടിമകളെ നിങ്ങൾ നോക്കൂ, എൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി എൻ്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ദൂരദിക്കുകളിൽ നിന്നും വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് പ്രയാസങ്ങൾ സഹിച്ച്, ഹദീസിൽ പ്രയോഗിച്ചിരിക്കുന്നത് ജടപിടിച്ച തലകളും പൊടിപുരണ്ട ശരീരവുമായി അവർ വന്നിരിക്കുന്നു എന്നാണ്. അല്ലാഹു ഈ വർഷം ഹജ്ജ് ചെയ്ത എല്ലാവരുടെയും ഹജ്ജിനെ പരിപൂർണമായി ഖബൂലാക്കുമാറാകട്ടെ. ഹജ്ജിനെയും ഉംറയെയും സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, ഇന്നഹുമാ യൻഫിയാനി അൽ ഫഖറ വദ്ദുനൂബ കമാ യൻഫിൽ കീറു ഖബതൽ ഹദീദി വദ്ദഹബി വൽ ഫിദ്ദ. തീ എപ്രകാരം ഇരുമ്പിനെയും സ്വർണത്തെയും വെള്ളിയെയും ഒക്കെ അല്ലെങ്കിൽ അതുപോലെയുള്ള ലോഹങ്ങളുടെ മാലിന്യങ്ങൾ കളഞ്ഞുകൊണ്ട് അതിനെ എപ്രകാരം സ്ഫുടം ചെയ്തെടുക്കുന്നുവോ, അതുപോലെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നിർവഹിക്കുന്ന ഹജ്ജും ഉംറയുമെല്ലാം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിപ്പോയിട്ടുള്ള തെറ്റുകളെ മായ്ച്ചു കളയുകയും അവൻ്റെ ദാരിദ്ര്യത്തിന് അത് പരിഹാരമാവുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി. അത്തരത്തിൽ പാപങ്ങളെ പൊറുപ്പിക്കുന്ന
ദാരിദ്ര്യത്തെ മാറ്റുന്ന ഹജ്ജാക്കി അവരുടെ ഹജ്ജുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഹജ്ജത്തുൻ ലാ റിയാഅ ഫീഹാ വലാ സുംഅ. നബി തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തതുപോലെ, അല്ലാഹുവേ, അഹങ്കാരമില്ലാത്ത, പൊങ്ങച്ചമില്ലാത്ത, ഞാൻ ഹാജിയാണെന്ന് മറ്റുള്ളവർ പറയണമെന്ന് ആഗ്രഹിക്കാത്ത മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് തങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണ് നിർവഹിച്ചത്. ഹിജ്റ 10ാമത്തെ വർഷം. ആ ഹജ്ജിന്റെ വേളയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ സംസാരം ഖുതുബത്തുൽ വദാ, വിടവാങ്ങൽ പ്രസംഗം എന്നാണ് അത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അതിനെ അറഫ പ്രഭാഷണം എന്ന് നമ്മൾ വിളിക്കുമെങ്കിലും അത് നബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഭാഷണമായിരുന്നില്ല. മറിച്ച് നബി തങ്ങൾ ഒരുപാട് വസിയത്തുകൾ, ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ നൽകിയ ഒരു സംസാരമായിരുന്നു. ലോക ചരിത്രത്തിൽ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമായിട്ടാണ് ചരിത്രകാരന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറഫ പ്രഭാഷണത്തെ വിലയിരുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഴുവൻ ജനങ്ങളെയും അഭിസംബോധന ചെയ്തിട്ടാണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചത്. അതിലൊന്നാമത്തെ സന്ദേശം നബി തങ്ങളുടെ സഹാബാക്കൾക്ക് പകർന്നു നൽകിയത് അത് തങ്ങളുടെ വഫാത്തിനെ കുറിച്ചിട്ടുള്ള സൂചനയായിരുന്നു. അയ്യുഹന്നാസ് ഇസ്മഉ മിന്നി ഉബയ്യിൻ ലക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ. ജനങ്ങളെ, നിങ്ങൾ എന്നിൽ നിന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനൊരു ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്, വിശദീകരിച്ചു തരികയാണ്. തീർച്ചയായും ചിലപ്പോൾ ഇനിയൊരു അവസരത്തിൽ ഇതേ സ്ഥലത്ത് വെച്ച് അടുത്ത വർഷം ഞാൻ നിങ്ങളുമായി സന്ധിച്ചില്ലെന്ന് വരാം, കണ്ടുമുട്ടിയില്ലെന്ന് വരാം. അയ്യുഹന്നാസ് ഖുദു അന്നി മനാസിക്കക്കും. ജനങ്ങളെ, നിങ്ങൾ എന്നിൽ നിന്നും ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർണ്ണമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ആമി ഹാദാ. ചിലപ്പോൾ എൻ്റെ ഈ വർഷത്തിന് ശേഷം, എൻ്റെ ഈ ഹജ്ജിന് ശേഷം ഇനിയൊരു ഹജ്ജ് ഞാൻ ഉണ്ടാവുകയില്ല എന്ന് നബി തങ്ങൾ അരുളുകയുണ്ടായി. അതുപോലെ തന്നെ നബി തങ്ങളുടെ വഫാത്തിലേക്ക് സൂചന നൽകുന്ന മറ്റൊന്നായിരുന്നു സൂറത്തുൻ നസ്റിന്റെ അവതരണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, ഉൻസിലത് ഹാദിഹി സൂറത്തു ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. സൂറത്തുൻ നസ്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമായത് ഔസത അയ്യാമു തശ്രീഖ്, അയ്യാമു തശ്രീഖിന്റെ മധ്യ ദിനത്തിലാണ്. അയ്യാമു തശ്രീഖ് നമുക്കറിയാം, ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾക്കാണ് അയ്യാമു തശ്രീഖ് എന്ന് പറയുന്നത്. അതിലെ മധ്യ ദിവസത്തിൽ എന്ന് പറയുമ്പോൾ ദുൽഹിജ്ജ 12-നാണ് സൂറത്തുൻ നസ്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമാകുന്നത്. ഫഅറഫ അന്നഹുൽ വദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സൂറത്ത് അവതരിച്ചപ്പോൾ അത് തങ്ങളുടെ വഫാത്തിലേക്കുള്ള സൂചനയാണെന്ന് തങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിനും അത് മനസ്സിലാവുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു, അയ്യുഹന്നാസ് അയ്യു യൗമിൻ ഹാദാ. ഈ ദിവസം ഏതാണ്? ബലിപെരുന്നാളിന്റെ ദിവസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു. അറഫ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞു, യൗമുൻ ഹറാമുൻ. ഇത് വളരെയധികം പവിത്രമായ ദിവസമാണ്. ഫഅയ്യു ബലദിൻ ഹാദാ. ഈ നാട് ഏതാണ്? ഖാലു ബലദുൻ ഹറാമുൻ. ഇത് അല്ലാഹുവിന്റെ അടുക്കൽ പവിത്രമായ മക്ക എന്ന നാടാണ്. ഫഅയ്യു ഷഹ്രിൻ ഹാദാ. ഇതേത് മാസമാണ്? ഖാലു ഷഹ്റുൻ ഹറാമുൻ. ഇത് പവിത്രമായ മാസമാണ്, അല്ലാഹുവിന്റെ അടുക്കൽ പവിത്രമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, ഫഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ഷഹ്രിക്കും ഹാദാ. നിങ്ങളുടെ ഈ മാസത്തിന്, ദുൽഹിജ്ജക്ക് പവിത്രതയുള്ളതുപോലെ
ഈ നാടിന് മക്കൾക്ക് പവിത്രതയുള്ളതുപോലെ ഈ ദിവസത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ ശ്രേഷ്ഠതയുള്ളതുപോലെ തീർച്ചയായും ഓരോ മുസ്ലിമിൻ്റെയും രക്തവും അഭിമാനവും അവൻ്റെ സമ്പത്തും എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം പവിത്രതയുള്ളതാണ്. അതിന് നിങ്ങൾ ആ പവിത്രതയോടുകൂടി കാണണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിക്കുകയുണ്ടായി. നബി തങ്ങൾ അറഫയിൽ വെച്ച് നടത്തിയ ആ സംസാരത്തിൽ പറഞ്ഞ ഓരോ വിഷയങ്ങളും നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അത് നിത്യ പ്രസക്തമുള്ളതാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അഭിമാനം വളരെയധികം പവിത്രമാണെന്ന് നബി തങ്ങളുടെ മറ്റനേകം ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളൊക്കെ ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ അഭിമാനം അത് പല രീതിയിൽ ഹനിക്കപ്പെടുന്നത്, പരസ്യമായി അതിനെ താറടിച്ച് കാണിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവണതകൾ, അത്തരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, ലമാ ഉരിസ ബി മറർതു ബിഖൗമിൻ ലഹും അൽഫാറും മിൻ നുഹാസിൻ. മിഅ്റാജിന്റെ രാത്രിയിൽ ചില ആളുകളുടെ അടുക്കലൂടെ ഞാൻ കടന്നു പോവുകയുണ്ടായി. ലഹും അൽഫാറും മിൻ നുഹാസിൻ, അവർക്ക് ചെമ്പിനാലുള്ള നഖങ്ങളുണ്ടായിരുന്നു. യഹ്മിഷൂന വുജൂഹഹും വസുദൂറഹും, അവർ അവരുടെ ആ നഖങ്ങൾ വെച്ച് സ്വന്തം മാറിടങ്ങളും അവരുടെ മുഖവുമൊക്കെ മാന്തി പൊളിക്കുന്നുണ്ടായിരുന്നു. ഫഖുൽതു മൻ ഹൗലാഇ യാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഈ കൂട്ടർ ആരാണെന്ന് ഞാൻ ചോദിച്ചു. ഖാല ഹൗലാഇ അല്ലദീന യഖുലൂന ലുഹൂമൻ നാസ്, ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ഇവർ ജനങ്ങളുടെ പച്ച ഇറച്ചി ഭക്ഷിക്കുന്നവരായിരുന്നു, അഥവാ അവരെക്കുറിച്ച് ഗീബത്ത് പറയുന്നവരായിരുന്നു. വയഖഊന ഫി അഅറാദിഹിം, അവരുടെ അഭിമാനത്തിന് മുറിവേൽപ്പിക്കുന്നവരായിരുന്നു, ക്ഷതമേൽപ്പിക്കുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ കഅബയെ നോക്കി പറയുന്നത് സഹാബിമാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഅബയെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ അഅ്ലമകി വമാ അഅ്ലമ ഹുർമതകി, നീ എത്രയോ ഉന്നതമായ സ്ഥാനമുള്ളതാണ്. വമാ അഅ്ലമ ഹുർമതകി, നിന്റെ പവിത്രത അല്ലാഹുവിൻ്റെ അടുക്കൽ വളരെ വലിയതാണ്. വലൽ മുഅ്മിനു അഅ്ലമു ഹുർമതൻ ഇൻദല്ലാഹി മിൻകി, എന്നാൽ ഈ കഅബക്കുള്ള പവിത്രതയേക്കാൾ, നിനക്കുള്ള പവിത്രതയേക്കാൾ, അല്ലാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനത്തേക്കാൾ എത്രയോ വളരെ വലിയ ഗൗരവമുള്ള കാര്യമാണ് ഒരു മുഅ്മിനിൻ്റെ അഭിമാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്നും മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകാൻ പാടില്ല. രക്തം പവിത്രമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. അതും നാം ഈ കാലഘട്ടത്തിൽ വായിക്കുകയാണെങ്കിൽ വളരെയധികം അതിനെക്കുറിച്ചിട്ടുള്ള ഗൗരവമായ വിഷയങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാനമായ ഈ കേരളത്തിൽ വളരെ ചെറിയ സംസ്ഥാനമായിട്ട് പോലും ചില മാസങ്ങളുടെ മാത്രം, 1-2 മാസങ്ങളുടെ മാത്രം കണക്കുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 60-ലധികം കൊലപാതകങ്ങൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ചുറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ജീവൻ ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലയഅതിയന്ന അലന്നാസി സമാനുൻ ലാ യദ്രിൽ ഖാതിലു ഫി അയ്യി ഷൈഇൻ ഖതല, ഒരു കാലം വരും അന്ന് കൊല ചെയ്യുന്ന ആൾക്ക് അവൻ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് കൊല ചെയ്യുന്നതെന്ന് അറിയുകയില്ല. വലാ യദ്രിൽ മഖ്തൂലു അലാ അയ്യി ഷൈഇൻ ഖുതില, കൊല ചെയ്യപ്പെടുന്ന ആൾക്ക് താൻ എന്തിനു വേണ്ടിയാണ് കൊല ചെയ്യപ്പെടുന്നത് എന്നും അറിയുകയില്ല. അത്തരത്തിൽ നിസാരവൽക്കരിക്കപ്പെടുന്ന തരത്തിൽ കൊലപാതകങ്ങൾ നടക്കുന്ന കാലം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. ജാഹിലിയത്തിൻ്റെ അറിവില്ലായ്മയുടെ പേരിൽ, അന്ന് മതത്തിൻ്റെ പേരിലും മറ്റുമുണ്ടായിരുന്ന എല്ലാ ദുഷിച്ച പ്രവണതകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്തലാക്കിക്കൊണ്ട് പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അലാ ഇന്ന കുല്ല ഷൈഇൻ മിൻ അംരിൽ ജാഹിലിയത്തി തഹ്ത ഖദമി മൗദൂഉൻ, ജാഹിലിയത്തിൽ എന്തെല്ലാം ദുഷിച്ച ശീലങ്ങൾ ഉണ്ടായിരുന്നോ അതെല്ലാം ഇന്നത്തോടുകൂടി നിർത്തലാക്കണം. വദിമാഉൽ ജാഹിലിയത്തി മൗദൂഉൻ, നിങ്ങൾ ജാഹിലിയത്തിൽ രക്തത്തിൻ്റെ പേരിൽ പരസ്പരം പോരടിച്ചിരുന്നു, പ്രതികാരങ്ങൾ ചെയ്തിരുന്നു. ആ പ്രതികാര നടപടികളെല്ലാം ജാഹിലിയത്തിൻ്റെ രൂപത്തിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഇതോടുകൂടി നിർത്തലാക്കണം. ഒരിബൽ ജാഹിലിയത്ത് മൗദൂഉൻ, ജാഹിലിയ കാലഘട്ടം മുതൽ നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന പലിശയുടെ എല്ലാവിധ
സംസ്കാരങ്ങളെയും നിങ്ങൾ നിർത്തലാക്കണം. പലിശയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും ഒരുപാട് ഗൗരവമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. യംഹഖുല്ലാഹു റിബ വ യുർബിസ് സദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയിലൂടെ ഉണ്ടായ സമ്പത്തിനെ നശിപ്പിച്ചു കളയുകയും മറ്റുള്ള സമ്പത്തിനെ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളുടെ ഹദീസിലൂടെ ഒരുപാട് മുന്നറിയിപ്പുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. പലിശയുമായി ബന്ധപ്പെട്ട ശരീരം അത് നരകത്തിനാണ് ഏറ്റവും യോജിച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. പലിശ അതിനെ എഴുതുന്നവനും അത് വാങ്ങിക്കുന്നവനും അതിനുവേണ്ടി സാക്ഷ്യം നിൽക്കുന്നവനും അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിക്കുകയുണ്ടായി. പലിശ ഭക്ഷിക്കുന്ന ഒരാളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മളൊരു വീട് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കണമെങ്കിൽ പുതിയതായി എന്തെങ്കിലും കച്ചവടം ആരംഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ സാധനങ്ങൾക്ക് പോലും പല രൂപത്തിൽ പലിശ കടന്നുകൂടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് പൂർണ്ണമായും ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാനും ചിലവഴിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബക്കും വാഹിദ്, ജനങ്ങളെ തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ഏകനാണ്. വഇന്ന അബാക്കും വാഹിദ്, തീർച്ചയായും നിങ്ങളുടെ പിതാവ് അത് ഒന്നാണ്. അലാ ലാ ഫളല ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലിഅജമിയ്യിൻ അലാ അറബിയ്യിൻ, ഒരറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ ഒന്നും യാതൊരുവിധ ശ്രേഷ്ഠതകളുമില്ല. ഇല്ലാ ബിത്തഖ്വ, മറിച്ച് അല്ലാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്കിടയിലുള്ള ശ്രേഷ്ഠത തീരുമാനിക്കപ്പെടുന്നത് അത് നിങ്ങൾക്ക് ഉള്ളിലുള്ള തഖ്വയെക്കുറിച്ച് തഖ്വയെ അടിസ്ഥാനമാക്കിയാണ്. ആർക്കാണോ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളത് അവരാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ആളുകൾ. അയ്യുഹന്നാസ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ജനങ്ങളെ തീർച്ചയായും മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. ഫലാ യഹില്ലു ലിംരിഇൻ മാലു അഖീഹി ഇല്ലാ മാ അഅതാഹു അൻ തീബി നഫ്സിൻ മിൻഹു, അതുകൊണ്ട് ഒരാൾക്കും തൻ്റെ സഹോദരനായ മുഅ്മിനായ തൻ്റെ സഹോദരൻ്റെ സമ്പത്ത് യാതൊരു വിധത്തിലും കൈവശപ്പെടുത്തുന്നത് ഹലാലാവുകയില്ല. ഫലാ തുള്ളിമു അൻഫുസകും, അങ്ങനെ ഹറാമായ രീതിയിലൂടെ അവൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവൻ്റെ സമ്പത്ത് നിങ്ങൾ കൈക്കലാക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തത്തോട് തന്നെ നിങ്ങൾ ചെയ്യുന്ന അക്രമമാണ്. ഫത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫൈനക്കും അഖദ്തുമൂഹുന്ന ബിഅമാനില്ലാ, കാരണം തീർച്ചയായും നിങ്ങൾ അവരെ സ്വീകരിച്ചിരിക്കുന്നത് അല്ലാഹുവിൽ ബലിഷ്ഠമായ ഒരു കരാറിനെ മുൻനിർത്തിക്കൊണ്ടാണ്. വസ്തഹ്ലൽതും ഖുറൂജഹുന്ന ബികലിമത്തില്ലാ, നിങ്ങൾ അവരുമായിട്ടുള്ള സംസർഗം ഹലാലാക്കിയിരിക്കുന്നത് അല്ലാഹുവിൻ്റെ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ടാണ്. വലക്കും അലൈഹിന്ന ഹഖ്ഖുൻ വലഹുന്ന അലൈക്കും ഹഖ്ഖുൻ, നിങ്ങൾ അവരോടുള്ള കടമകളെ പൂർത്തിയാക്കണം. അവർ തിരിച്ചും സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരോടുള്ള കടമകളെ പൂർത്തിയാക്കണം. വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവർക്ക് അറിയപ്പെട്ട രീതിയിലുള്ള നല്ല രീതിയിലുള്ള വസ്ത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ റിസ്ക്, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും നിങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. വഖദ് തറക്തും ഫീകും മാ ലൻ തദല്ലു ബഅദഹു ഇൻ അഅതസംതും ബിഹി, നിങ്ങൾക്കിടയിൽ ഞാൻ പരിശുദ്ധമായ ഖുർആനിനെ വിട്ടേച്ചു പോവുകയാണ്. അത് നിങ്ങൾ മുറുകെ പിടിക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കാലത്തും നിങ്ങൾ വഴിതെറ്റി പോവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. നബി തങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയതായി സഹാബാക്കളോട് പറയുകയും അവരോട് അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. വഅൻതും തുസ്അലൂന അന്നി ഫമാ അൻതും ഖായിലൂൻ, നാളെ അല്ലാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ എന്നെക്കുറിച്ച് ചോദിക്കപ്പെടും. ആ സമയത്ത് നിങ്ങൾ എന്തായിരിക്കും അല്ലാഹുവിനോട് പറയുക? നിങ്ങളിലേക്ക് ഒരു പ്രവാചകനായി എന്നെ നിയോഗിക്കപ്പെടുകയും നിങ്ങൾക്ക് ദീനിൻ്റെ കാര്യങ്ങളെ പഠിപ്പിച്ചു തരാൻ വേണ്ടി അല്ലാഹു അമാനത്തേൽപ്പിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് നാളെ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മറുപടി എന്തായിരിക്കുമെന്ന് സ്വഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയുണ്ടായി. ഖാലു നഷ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹത, സ്വഹാബാക്കൾ മറുപടി പറഞ്ഞു, തീർച്ചയായും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യത്തെ
നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്ലാഹു തആല നിങ്ങൾക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഉമ്മത്തിനോട് ഏറ്റവും കൂടുതൽ ഗുണകാംക്ഷയുള്ള ആളായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതാണ്. ഫഖാല ബിഇസ്ബഇഹി സബ്ബാബത യർഫഉഹാ ഇല സമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മറുപടി കേട്ടതിന് ശേഷം ആകാശത്തിലേക്ക് വിരലുയർത്തിക്കൊണ്ട് അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാകണേ എന്ന് 3 പ്രാവശ്യം പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫാ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ എല്ലാ വസിയത്തുകളെയും പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാളെ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പെരുന്നാളിൻ്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഒരുപാട് സുന്നത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. പരമാവധി നേരത്തെ പെരുന്നാളിൻ്റെ നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്നത് സുന്നത്താണ്. സഹാബാക്കൾ സുബ്ഹി നമസ്കാരത്തിന് എത്തുന്ന സമയത്ത് തന്നെ പെരുന്നാളിൻ്റെ നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് വരുമായിരുന്നു. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് കുളിക്കുന്നത് സുന്നത്താണ്. സുഗന്ധദ്രവ്യങ്ങൾ പൂശുന്നത് സുന്നത്താണ്. അതുപോലെ തന്നെ പുതുവസ്ത്രം ധരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അടുക്കലുള്ള ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുകയും വസ്ത്രം ധരിക്കുന്ന സമയത്ത് ദുആ പറയുകയും ചെയ്യുന്നത് സുന്നത്താണ്. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ സൗബ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്നുള്ള ദുആ നമ്മൾ ചൊല്ലണം. അതുപോലെ തന്നെ പുതിയ വസ്ത്രം ധരിച്ച ആളുകളെ കാണുമ്പോഴും ദുആ ചെയ്യണം. തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൽബസ് ജദീദ വഇശ് ഹമീദ വമുത് ഷഹീദ ഖുബ്ല വയഖ്ലിഫുല്ലാഹു തആല എന്നുള്ള ദുആ പുതുവസ്ത്രം ധരിച്ച ആളുകളെ കാണുമ്പോൾ ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ പെരുന്നാളിന് പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിച്ചു പോവുകയും വലിയ പെരുന്നാളിനാണെങ്കിൽ നബി തങ്ങൾ ഭക്ഷണം കഴിക്കാതെ പോവുകയും ചെയ്യുമായിരുന്നു. വലിയ പെരുന്നാളിന് ഭക്ഷണം കഴിക്കാതെ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നത് സുന്നത്താണ്. അതുപോലെ തന്നെ എല്ലാ ആളുകളും നമസ്കരിക്കാൻ വേണ്ടി മുസല്ലയിൽ എത്താറുണ്ടായിരുന്നു. സ്ത്രീകളും വൃദ്ധരും കുട്ടികളും ഹൈലുകാരികളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി കൽപ്പിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ സ്വഹാബാക്കൾ പറയുകയാണ്, ഉമിർന അൻ നുഖ്രിജൽ ഹുയ്യദ യൗമൽ ഈദൈൻ, 2 ഈദിനും 2 പെരുന്നാളുകൾക്കും ഞങ്ങളുടെ ഹൈലുകാരികളായ സ്ത്രീകളെ മുസല്ലയിലേക്ക് പുറപ്പെടുവിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിരുന്നു. വദവാത്തുൽ ഖുദൂരി, മറ്റുള്ള സ്ത്രീകളും അവിടെ പങ്കെടുക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞിരുന്നു. ഫയഷ്ഹദന ജമാഅത്തുൽ മുസ്ലിമീന വദഅവതഹും, അങ്ങനെ അവർ മുസ്ലിമീങ്ങളുടെ പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ കാണുകയും അതിന് സാക്ഷ്യം വഹിക്കുകയും അവരുടെ പ്രാർത്ഥനകളിൽ അവർ പങ്കെടുക്കുകയും ചെയ്യണം. വയഅ്തസിലുൽ ഹുയ്യദു അൻ മുസല്ലാഹുന്ന, അതിനുശേഷം നമസ്കാരം നടക്കുന്ന സമയത്ത് ഹൈലുകാരികളായ സ്ത്രീകൾ അവരുടെ മുസല്ലയിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു. ഖാലത്ത് ഇംറഅത്തുൻ യാ റസൂലല്ലാഹ് ഇഹ്ദാനാ ലൈസ ലഹാ ജിൽബാബുൻ, ആ സമയത്ത് ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞങ്ങളുടെ ഇടയിൽ ജിൽബാബില്ലാത്ത സ്ത്രീകളുണ്ട്, അഥവാ പുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ധരിക്കുന്ന വസ്ത്രമില്ലാത്തവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, ലിതുൽബിസഹാ സ്വഹിബതുഹാ മിൻ ജിൽബാബിഹാ, അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ കൂട്ടുകാരികളായ മറ്റുള്ള സ്ത്രീകൾ അവർക്കത് നൽകുകയും അങ്ങനെ പരമാവധി എല്ലാവരും മുസ്ലിമീങ്ങളുടെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി. വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമു ഈദിൻ ഖാലഫ ത്വരീഖ, അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാൾ ദിവസമാകുമ്പോൾ 2 വഴികളെ തിരഞ്ഞെടുക്കുമായിരുന്നു. പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു വഴിയിലൂടെയും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുമായിരുന്നു. അതും സുന്നത്താണ് എന്ന് സ്വഹാബിമാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ പെരുന്നാളിൻ്റെ നമസ്കാരത്തെക്കാൾ വലിയ പെരുന്നാളിൻ്റെ നമസ്കാരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്തിക്കുകയും അന്നത്തെ ബലികർമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. വലിയ പെരുന്നാളിൻ്റെ ദിവസം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം കഴിക്കുന്ന ഭക്ഷണം അത് ബലിമൃഗത്തിൻ്റെ മാംസമായിരുന്നു എന്ന് സഹാബാക്കൾ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള സുന്നത്തുകളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നാളത്തെ പെരുന്നാൾ ആഘോഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ബലി അറുക്കാത്തവരുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും പങ്കുചേരുന്നത് വളരെയധികം പുണ്യമുള്ള കാര്യമാണ്. അവർ ബലിയറുക്കാൻ സാധിക്കാത്തവർ അടുത്ത വർഷത്തേക്ക് നിയ്യത്ത് വെക്കുകയും അടുത്ത വർഷത്തേക്ക് ബലിയറുക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന് വേണ്ടിയുള്ള തൗഫീഖും നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടതിലുപരി അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരം ഇൻഷാ അല്ലാഹ് കൃത്യം 7 മണിക്ക് ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ആ സമയത്തിന് മുമ്പായിട്ട് തന്നെ എത്തിച്ചേരണം. അതുപോലെ തന്നെ തക്ബീറുകൾ നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണം. വളരെയധികം സുന്നത്തുള്ള കാര്യമാണ് തക്ബീർ പറയുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരിയായി അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.